ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 6 ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭരാശിയിൽ ബുധനും രാഹുവും ആയിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 6 ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ശുക്രൻ കുംഭരാശിയിൽ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ശുക്രൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. കുംഭരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ ലാഭസ്ഥാനമാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ മിത്രരാശിയുമാണ്. അപ്പോൾ കുംഭരാശിയിൽ ബുധനുണ്ട്, കുംഭൻ രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുധനും രാഹുവുമായിട്ട് ബുധൻ, രാഹു, അതുപോലെ ശുക്രൻ, ഈ 3 ഗ്രഹങ്ങളുടെ ബന്ധമാണ് കുംഭൻ രാശിയിൽ വരുന്നത്. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുമ്പോൾ സുഖകാരകനാണ്, സമ്പത്തിൻ്റെ കാരകനാണ്, റോയൽ ജീവിതത്തിൻ്റെയൊക്കെ കാരകനാണ്, സൗന്ദര്യത്തിൻ്റെയും അതുപോലെ യൗവനത്തിൻ്റെയും പ്രണയബന്ധത്തിൻ്റെയും വിവാഹ ദാമ്പത്യ ബന്ധത്തിൻ്റെയും ഒക്കെ തന്നെ ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ശുക്രൻ വരിക, ഇവിടെ രാഹുവും ബുധനുമായിട്ട് ബന്ധം വരിക എന്ന് പറയുമ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, അതുപോലെ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ 3-ാം ഭാവാധിപനുമാണ്, കർമ്മഭാവാധിപനുമാണ്. അപ്പോൾ ഈ 3-6 ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6 അവരുടെ 7-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ശുക്രൻ 7-ലായിരിക്കും. 7-ാം ഭാവാധിപൻ ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 7-ൽ രാഹുവുണ്ട്, ബുധനുണ്ട്. ആ രാഹു ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട്. അപ്പം 3-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10-ാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ 7 വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഉയർച്ചയ്ക്ക് അത് വഴിയൊരുക്കും. 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തൊഴിലിൽ സന്തോഷം, ആത്മവിശ്വാസമൊക്കെ കൂടാവുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, മീഡിയ പ്രവർത്തകർക്ക്, പ്രഭാഷണം, അതുപോലെ മോട്ടിവേഷൻ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ ആ മേഖലകളിലൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 3-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 5-ലാണ് വരുന്നത്. അപ്പോൾ സഹോദരൻ്റെ സന്താനത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും 7-ലെ ശുക്രൻ സഹായകരമാകും. ഇപ്പോൾ രാഹു ശുക്രനൊക്കെ യോഗം 7-ൽ വരുന്നത് കൊണ്ട് 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അല്പം കെയർ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ വേണം. പ്രത്യേകിച്ച് 7-ലൊക്കെ രാഹുവും ശുക്രനും ഒക്കെ ഒരു ബന്ധം വരുമ്പോൾ ഏതർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ, സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കി ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കായാലും, വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും, വിദേശ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായാലും 7-ലെ ആ ശുക്രൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറയാം. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ബുധ-ശുക്ര യോഗമൊക്കെ വളരെ ഗുണം ചെയ്യും. പുത്തൻ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനൊക്കെ ഈ സമയം അവർക്ക് ഉപയോഗിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുത്തൻ പാർട്ട്നേഴ്സൊക്കെ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ അല്പം ശ്രദ്ധ കൊടുത്ത് പോകണം. ശുക്രൻ ബുധനൊക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്പം ന്യായബോധം,
സന്മാർഗ സ്വഭാവം, അധികാരത്തിനുള്ള ആഗ്രഹം, കലയോടുള്ള ആഭിമുഖ്യം ഇവയൊക്കെ ഈ കൂറുകാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു ഗുണം അവർക്ക് കിട്ടും. പബ്ലിക് ഇമേജൊക്കെ കൂടുന്ന സമയമാണ്. പബ്ലിക് റിലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ 2ഉം 9ഉം ഭാവാധിപനാണ്. അപ്പോൾ 2ഉം 9ഉം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി 6-ന് അവരുടെ 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ മാർച്ച് 1 വരെ ആ ശുക്രൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി ഇപ്പോൾ 7-ൽ സ്ഥിതി ചെയ്യുന്നു. 6-ൽ രാഹു, 6-ൽ ബുധൻ. ആ രാഹു ബുധനുമായിട്ട് ശുക്രന് 6-ൽ ബന്ധം വരികയാണ്. അപ്പോൾ ധനപരമായിട്ട് നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 2ാം ഭാവാധിപൻ 6-ലേക്കാണ് പോകുന്നത്. അപ്പോൾ ധനഭാവാധിപൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ കഴിവതും ധനപരമായിട്ടുള്ള ഡീലിങ്സിലൊരു കെയർ വേണം. നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ചതി ഇവ വഴിയൊക്കെ പണം സമാഹരിക്കുന്നവർക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചിലപ്പം അത് മുഖാന്തരം എന്തെങ്കിലും ശിക്ഷ, പിഴ, ഫൈനൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതിലൊരു കെയർ വേണം. അതേസമയം ന്യായമായ മാർഗങ്ങളിലൂടെ നമുക്ക് പണം ഉണ്ടാക്കുന്നവർക്ക് അത് ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ 5-ലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കുടുംബ ബിസിനസ് നടത്തുന്നവർക്ക്, അതുപോലെ പ്രഭാഷകർക്ക്, അതുപോലെ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം ഈ ശുക്രൻ 6ാം ഭാവരാശിയിലൊക്കെ വരുമ്പോൾ. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ഭാഗ്യഭാവാധിപനായ ശുക്രൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ പിതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ പിതാവിന് എന്തെങ്കിലും വ്യവഹാരങ്ങളിൽ നിന്ന് ചിലപ്പോൾ ധനനേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ പ്രാരാബ്ധ കർമ്മമൊക്കെ നിർവഹിച്ച് ധർമ്മപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അവർക്ക് ഈ കടബാധ്യതയൊക്കെ കുറയുന്നതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. അതുപോലെ പൊതുവെ നമുക്ക് ഈ പണം കടം കൊടുക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പൊതുവെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. സേവന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കാണുക. ഭാഗ്യഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പിതാവിന് തൊഴിലിലൊക്കെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കേസുകളിൽ, വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ ഇവയൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ശുക്രൻ 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബ പ്രാരാബ്ധം, ഉത്തരവാദിത്വം ഒക്കെ കൂടുന്നതിനും സുഖച്ചെലവ് കൂടുന്നതിനും പൊതുവെ അമിത ചെലവ് ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പം ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ, അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ 1ഉം 8ഉം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി 6-ന് അവരുടെ 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ശുക്രൻ 5-ലായിരിക്കും. ജന്മരാശിയാധിപൻ 5-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 5-ൽ ബുധനുണ്ട്, 5-ൽ രാഹു ഉണ്ട്. അപ്പോൾ ആ രാഹു ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട്. അപ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ട് ശുക്രൻ 5-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നവർക്ക്, കലാകാരന്മാർക്ക്, പഠിതാക്കൾക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഏർപ്പെടുന്നവർക്ക്, സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും.
പുത്തൻ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ട വിഷയങ്ങളിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. പൊതുവെ ബുദ്ധിശക്തി, മെമ്മറി പവറൊക്കെ ഈ സമയത്ത് കൂടും. 5 ബുധനുണ്ട്. 5 ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനും വരുന്നുണ്ട്. അപ്പോൾ അക്കാദമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുക. അതേസമയം സത്ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തുണ്ടാകും. ഇതവർക്ക് ഗുണം ചെയ്യും. ചിലർക്ക് ഈ ശുക്രനും രാഹുവുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു പ്രണയചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ദാമ്പത്യ ബന്ധത്തിലും സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും അവയിലൊക്കെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അഷ്ടമ ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 5 വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കെയർ വേണം. അവർക്ക് വേണ്ടി ചിലപ്പോൾ ധനം ചെലവ് ചെയ്യേണ്ടി വരുന്നൊരു സമയമാണ്. ചിലർക്ക് ഈ നാഡീ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുള്ളവർക്ക് ഒക്കെ തന്നെ ടൈംലി ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അപമാനം ഉണ്ടാകാവുന്ന സാഹചര്യം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കെയർ കൊടുക്കണം. അതുപോലെ പഠിതാക്കൾക്കും ഈ ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗം 5 വരുമ്പോൾ ചിലപ്പോൾ പ്രണയചിന്ത ഉണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. ആത്മീയ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അഷ്ടമഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം. ബുധൻ ശുക്രൻ ഒക്കെ തന്നെ 11 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് ജന്മലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ എന്നുള്ള രീതിക്ക് ആ ശുക്രൻ്റെ 11 ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം എഫർട്ട് കൊണ്ട് ധനാഗമം കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഈ കുറുകാർക്ക് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് അവർക്ക് നിവർത്തിക്കാൻ കഴിയും, സാധിക്കാൻ കഴിയും. അതിനനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ശുക്രൻ്റെ 11 ദൃഷ്ടി കൊണ്ട് വരുന്നത്. മാത്രമല്ല പൊതുവേ നമുക്ക് ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നതിനോ അവരുമായിട്ടുള്ള സൗഹാർദ്ദമൊക്കെ ഭാവിയിൽ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെയൊക്കെ സ്നേഹം, ആദരവ് ഇവയൊക്കെ ഈ സമയത്ത് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വീട്, വാഹനം ഇത്യാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ 7ാം ഭാവാധിപനുമാണ്. ശുക്രൻ 12ാം ഭാവാധിപനുമാണ്. ഫെബ്രുവരി 6 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6 4ാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ശുക്രൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4ൽ രാഹു നിൽക്കുന്ന സമയമാണ്. 4ൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ രാഹു ബുധനുമായിട്ട് 4ൽ ഈ ശുക്രന് ബന്ധം വരുന്നുണ്ട്. ഇപ്പം 4ലെ ശുക്രൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ചില സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. 4ലെ രാഹു തരുന്ന ചില മാനസിക സംഘർഷങ്ങൾക്കൊരയവ് ആ ശുക്രൻ്റെ 4ലെ സ്ഥിതി കൊണ്ട് വരും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വീട്, വാഹനം, വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ 4ലെ ശുക്രൻ ഗുണാനുഭവം ഉണ്ടാക്കും. അതിനനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 4ലെ രാഹുവും അത്തരം പർച്ചേസുകൾക്ക് അനുകൂല സ്ഥിതി നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, പെയിൻറ്റേഴ്സ്, കരകൗശല പണികൾ ചെയ്യുന്നവർ, കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും അനുകൂല സമയമാണ്. 4ലൊക്കെ രാഹു സ്ഥിതി ഉള്ളതുകൊണ്ട് കുടുംബ വിഷയങ്ങളിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടാകാം എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശത്ത് തൊഴിൽ, ബിസിനസ് അല്ലെങ്കിൽ വിദേശത്തെ താമസം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ബിസിനസ്സിലൊക്കെ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകുന്നത്. ചിലർക്ക് കുടുംബത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ
ഒരു സാധ്യതയും കാണുന്നുണ്ട്. 7-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനോ അവരുടെ തൊഴിലിൽ അവർക്ക് എന്തെങ്കിലും ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് സമൂഹത്തിലെ മാന്യത ആദരവൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതേസമയം ശുക്രൻ 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 12-ാം ഭാവാധിപനായ ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നത് കൊണ്ട് 4-ൽ വരിക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ചിലപ്പോൾ ഒരു രാഹു അവിടെ നിൽക്കുമ്പോൾ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്, അല്പം ഒരു സുഖക്കുറവ്. അത് 12-ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ എന്നുള്ള രീതിക്ക് 4-ൽ വരുമ്പോൾ ഒരു മെൻ്റൽ ടെൻഷൻ ചിലപ്പോൾ തന്നു എന്ന് വരാം. അവിടെ ഒരു കെയർ വേണം. അപ്പോൾ മനസ്സംഘർഷം, ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ 12-ാം ഭാവത്തിൻ്റെ 5-ലാണ് ശുക്രൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ശത്രുക്കളുടെയൊക്കെ സന്താനങ്ങൾക്കും അവരുടെ സംരംഭങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ അതുപോലെ സ്പെക്കുലേറ്റീവ് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാം. അത് ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ തന്നു എന്നൊക്കെ വരാം. അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പൊതുവെ ശുക്രൻ 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽ വഴി സാമ്പത്തിക നേട്ടം, അല്ലെങ്കിൽ സ്ഥാനലബ്ധി, അല്ലെങ്കിൽ തൊഴിലിടത്ത് സ്വാധീന ശക്തി, പ്രശസ്തി ഇവയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ സുഖാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.